ഈ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് പലപ്പോഴും സാറിന്റെ പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയേണ്ട പേരായിട്ട് തോന്നിയിട്ടുള്ളത് സച്ചി എന്നുള്ള പേരാണ്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പം രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ഈ അയ്യപ്പനും കോശി എന്നുള്ള സിനിമയുടെ അകത്ത് ഈ കുമാരനും കുമാരേട്ടനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് കോശി എന്നുള്ള കഥാപാത്രത്തിൽ. അതായത് കുമാരേട്ടാന്ന് അറിയാതെ വിളിച്ചിട്ട് പിന്നെ കുമാരനിലേക്ക് ഒരു തിരിച്ചു വരവുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ സീനിലും ആ സാധനം വരുന്നതാണ്. ഇതിന് എന്ത് എക്സ്പ്ലനേഷനാ സച്ചി സാറിനോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? എന്നോട് അദ്ദേഹം പറഞ്ഞു തന്നത്, ഈ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു ഡ്രൈവറുണ്ട് പാമ്പാടിയിലുണ്ടായിരുന്നു, ശശിധരൻ നായർ. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് അല്ല ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ അദ്ദേഹം അതിൻ്റെ തനി പകർപ്പല്ല ഇത്. കാരണം അത് കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ്. അത് പുള്ളിയുടെ രീതി വേറൊരു പ്രത്യേക രീതിയാണ്. പക്ഷേ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ ആ പരമ്പരാഗതമായിട്ട് ആ ഡ്രൈവർ ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ ആ വീട്ടിൽ വന്നതായിരിക്കും. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വലിയൊരു തറവാട്ടിൽ അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ഇതായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും വന്നത്. എന്തെങ്കിലും ജോലിക്ക് വന്ന് അവിടെ നിന്ന് ഡ്രൈവിങ് പഠിച്ച് അല്ല അവർ പഠിപ്പിച്ച് അങ്ങനെ ഡ്രൈവറായി അവിടെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളെയും അതുപോലെയുള്ളവരെ സംരക്ഷിച്ചും കൂടെ നടന്നും ഒക്കെ ഇതായിട്ട് ഇങ്ങനെ വന്ന് ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആകും അവർ ക്രമേണ, ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ. അപ്പോൾ അവർക്കും വിശ്വാസമായി. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു വീഴ്ചയായിട്ടോ ഒരു കുറവായിട്ടോ ഇവന് തോന്നുന്നില്ല. അത് അവൻ്റെ കാരണവന്മാരോ അല്ല അതുപോലെ ബന്ധപ്പെട്ട ആരെങ്കിലും ശാസിക്കുന്ന പോലെ അവർക്ക് തോന്നാറുള്ളൂ. ചെറിയ വേദനകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. വീട്ടിലാരെങ്കിലുമൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ടവരാരോ ആണ് നമ്മളോട് പറയുന്നത് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് അതൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇതായിട്ട് പോകും. അപ്പോൾ ആ വീട്ടിൽ വളരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ മുതിർന്നവരെന്താണോ കാണിക്കുന്നത് പറയുന്നത് അത് അവർ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. അപ്പം കുമാര എന്ന് വിളിക്കുന്നതാണ് അവിടുത്തെ മുതലാളി വിളിച്ചിരുന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മെയിൻ കാർന്നൂർ വിളിച്ചുകൊണ്ടിരുന്നത് കുമാര എന്ന് വിളിക്കുന്നു. അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിക്കും കുമാര എന്ന് വിളിക്കുന്നു. ചില മുതിർന്ന അല്ല ഒപ്പത്തിനൊപ്പമുള്ള ആരെങ്കിലും മക്കളോ അല്ല അനിയന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കുമാര എന്ന് വിളിക്കുന്നു. എല്ലാവരും അങ്ങനെ കുമാര എന്ന് വിളിക്കുന്ന കേട്ടായിരിക്കുമല്ലോ ഈ കുട്ടിയും വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേനും ഇവരും കുമാര എന്ന് വിളിച്ചു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആരും അത് തിരുത്തിയൊന്നും വരത്തില്ലായിരിക്കും. പക്ഷേ ഇവരുടെ മനസ്സിൽ കിടക്കാൻ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന ആ ഒരു കുമാരാന്ന. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞാൽ അദ്ദേഹം കൂട്ടുകാരനെ പോലെ ആയി പെരുമാറി അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേ കുറച്ച് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ ആ തിരിച്ചറിവുണ്ടാകുമ്പം കുമാര എന്ന് വിളിക്കുന്നത് ഒരു ശരിയാണോ, പ്രായത്തിൽ മുതിർന്ന ഒരാളാണല്ലോ എന്നുള്ള മര്യാദകളൊക്കെ ഇവൻ പഠിച്ചു വരുമ്പം അവനൊരു സംശയം തോന്നാം. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ കുമാരേട്ടൻ വിളിക്കും, സ്വാഭാവികമായിട്ട് അങ്ങനെ വിളിച്ചു പോകുന്ന അറിയാതെ. അപ്പം ഇവരിലുള്ള ഒരു ആന്തരികമായിട്ട് കിടക്കുന്ന ഒരു മുതലാളിത്ത മനോഭാവമോ അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ കുമാരേട്ടനെ വിളിച്ചത് കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഞാൻ താന്നു പോയോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ഒരു പക്ഷേ അവനുണ്ടാവാം. അപ്പം അത് കൊണ്ട് പുള്ളിയിൽ സ്വാധീനം ചെലുത്തിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ മേൽ കൂടുതൽ സ്വാധീനം പുള്ളി ചെലുത്തരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാകാം തിരിച്ച് ഓർമ്മ വന്നപ്പോഴായിരിക്കും അല്ല കുമാര എന്ന് വിളിക്കുന്നത്. പക്ഷെ ഗൗരവം കുറഞ്ഞു പോയോ എന്നൊരു സംശയം പുള്ളിയുടെ മുമ്പിലേ. മനസ്സിലായി. അപ്പം അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും അല്ല കുമാര എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം. പക്ഷേ ഞാൻ ഇപ്പോൾ എന്നുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടറുകളെ എനിക്കും അറിയാം. ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളം പ്രത്യേകിച്ച് കോട്ടയം ഏരിയയിലത് അങ്ങനത്തെ ആളുകൾ ധാരാളം ഉണ്ട്. കാരണം സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു ജില്ലയാണെന്നാണല്ലോ വെപ്പ് പണ്ട് മുതലേ ഉള്ള ഒരു ഇത്. കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനാഢ്യമായ അല്ല സമ്പൽ സമൃദ്ധമായ സാമ്പത്തിക ശേഷിയുള്ള ഒരു ജില്ലയാണ് കോട്ടയം എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള ആളുകൾ ആ ഒരു ഇതുണ്ടാവും. കോട്ടയംകാരെന്ന് പറയുമ്പം ഞങ്ങളെന്തോ ആണെന്നുള്ളൊരു ഇതുണ്ട്. അത് സത്യമാണ്, എന്നുള്ളത് തർക്കമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കോട്ടയംകാരെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ അതുപോലെ. പക്ഷെ അത് കോട്ടയംകാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പണ്ട് പോലെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പൊ കോശിയായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിനകത്ത് എത്രയോ കാലം പരിചയമുള്ള രണ്ടാളുകളെ പോലെ, സുഹൃത്തുക്കളെ പോലെ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ഈ സൗഹൃദം ഉണ്ടല്ലോ, ഒരു ബോണ്ടിങ് റാപ്പോ എന്നൊക്കെ പറയുന്ന കാര്യം വരുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ കോശി ജയിലിൽ എടുക്കുകയാണെങ്കിലും ജയിലിനോട് തൊട്ടടുത്ത മതിലിനാണ് അയാൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അടുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പം
സാറും പൃഥ്വിരാജ് സാറും തമ്മിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പ് എന്തെങ്കിലും ചെയ്തിരുന്നോ? നിങ്ങൾ സംസാരിച്ചിരുന്നോ? എന്താ ശരിക്കും അങ്ങനെ ഒന്നുമില്ല. വരാൻ? ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഈ അയ്യപ്പനും കോശിയുടെ സിറ്റുവേഷനിൽ ഓൺലൈനിൽ സംസാരിച്ചിരുന്നോ? ഇല്ല ഇല്ല ഒന്നും സംസാരിച്ചു. ഓ നൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവിൽ അവിടെ ചെല്ലുന്ന സമയത്തും പുള്ളിയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം, പുള്ളി ആരോട് വലിയ ഇതായിട്ട് കുറച്ച് mingle റിസർവ്ഡ് ചെയ്യത്തില്ല. ആയിട്ടിരിക്കുന്ന കുറച്ച് ഒരു ഇതായിട്ടുള്ള ആളാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നിൽ ആ ഒരു ഇതുണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു നടനാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വ്യക്തിപരമായ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ചിന്തിക്കത്തില്ല. കഥാപാത്രമായിട്ട് തന്നെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ആ പരിമിതികളും ആ കാര്യങ്ങളുമാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കുമാരൻ എന്ന് പറയുന്ന ഡ്രൈവർ കൊച്ചിലെ മുതലേ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതും അങ്ങനെ അവൻ്റെ കുസൃതികൾ കണ്ടും അല്ലെ സ്നേഹത്തോടു കൂടി പെരുമാറിയും പിണങ്ങിയും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും ആ ആളുമായിട്ട് വളർന്നു വരുമ്പോഴും ഓരോ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മളെ കണ്ടിട്ടുള്ളതും സ്വാധീനിച്ചിട്ടുള്ളതും. അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ. ഈ ചിന്ത ഒരു നടനെ സംബന്ധിച്ച് വരുമ്പം അങ്ങനെ തന്നെ വിചാരിക്കണം. അവിടെ വേറെ എത്ര വലിയ ഇതായാലും കഥാപാത്രമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് അദ്ദേഹം വലിയ പൃഥ്വിരാജാണെന്നും സൂപ്പർ സ്റ്റാർ ആണെന്നും ഒക്കെ ഉള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിലാണുള്ളത്. അതെ അതെ. അത് കോട്ടയം രമേശ് എന്ന് പറയുന്ന വ്യക്തിയിലാണുള്ളത്. കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അതില്ല. ഇല്ല. കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കോശിച്ചായൻ, കോശി, അതായത് ഇന്നലെ കുര്യൻ്റെ മകൻ. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസം ഒരു ഒന്നുമില്ല, ഏറെക്കുറെ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ കാലം പോലെ അറിയാം. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരു ഡ്രൈവറായിരുന്നു കൂട്ടിക്കു. അങ്ങനെ കൂടുതൽ നമ്മളെ അങ്ങനെ ഒഴിവാക്കാനും പുള്ളിക്ക് പറയാൻ പറ്റാത്ത ഒരു ഡ്രൈവർമാരാകുമ്പോൾ നല്ലതും ഒക്കെ ഉള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. പല ഇതൊന്നും സാക്ഷിയായിട്ടുണ്ടാവുമല്ലോ ഈ ഡ്രൈവർമാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഈ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെയാണ് കാണുകയും എടുക്കുകയും ചെയ്യുന്ന വളർത്ത് ചെറുപ്പം പോലെ അവർ വളർന്നു പോന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. കഥാപാത്രമായിട്ട് നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ആദ്യം എടുത്ത സീൻ ഓർമ്മയുണ്ടോ? അവിടെ ഉണ്ട്. ആദ്യം ഫസ്റ്റിലെടുത്ത സീൻ എന്ന് പറയുന്നത് അദ്ദേഹം കാറിൻ്റെ ഇത് തുറന്നിട്ട് വണ്ടിക്കകത്ത് ഇവിടെ ഡോറ് തുറക്കുമ്പോൾ താഴോട്ട് പോയി. ഫസ്റ്റ് സീൻ തന്നെ. അതാണ് ആ സീനാണ്. പലപ്പോഴായിട്ട് ആളുകൾ ഇപ്പോൾ ജീവിത സന്ദർഭത്തിലും റിയൽ ലൈഫിലും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ആ സിനിമയുടെ അകത്ത് പറയുന്നത് തന്നെ, ഇപ്പൊ നമ്മളിതിലില്ല കണ്ടാ മതി, എത്രയോ ട്രോളുകളിലും ഒക്കെ വന്നിട്ടുണ്ട്.